പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്ന ഒരു ന്യൂസാണ്. ഞാൻ സ്വീകരണം ഏറ്റുവാങ്ങി, വണ്ടിയിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി, ഇനി സ്ഥാനാർത്ഥി സ്വീകരണത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളൊരു മാല കൊണ്ടുവന്നു, ഒരു റിബൺ മാല കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് മേടിച്ചകത്തോട്ടിട്ടു. അത് കട്ട് ചെയ്തിട്ട് എതിർ സ്ഥാനാർത്ഥി പൂമാല ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത് ഞാനെടുത്ത് ഇങ്ങനെ അകത്തിട്ട് കാണിക്കുന്നു പറഞ്ഞാൽ പാപ്പരത്വമാണ്. വേറൊരു അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്ന സംഭവങ്ങളാണ്. എന്നെപ്പറ്റി ഒന്നും പറയാനില്ല. ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സംസാരം നിർത്തിയിട്ട് അത് സ്വീകരിച്ച് അതെല്ലാം ഒരു ജെനുവിനായിട്ട് മനുഷ്യ സഹജമായിട്ട് അത് മാത്രമായിട്ട് എടുത്തിട്ട് അത് ടി വിയിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസമാണ് എനിക്ക്. ഇപ്പോൾ ഒന്നും പറയാനില്ലെന്ന് പറയുന്നു, പക്ഷേ നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് വിവരത്തിൽ ഒരു പരാതി പോയിട്ടുണ്ട്. പരാതി ഒരെണ്ണയല്ലേ ഉള്ളൂ. കഷ്ടം തന്നെ. എത്ര പരാതി കൊടുക്കുക. ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കുറച്ച് എഴുതി കൊടുക്കാം. അതെല്ലാം വരട്ടെ. അതിൻ്റെ ആരുടെ ഇതിലാണ് പരാതിയില്ലാതെ? തിരുവനന്തപുരത്തൊക്കെ 100 പരാതിയല്ലയോ? അപ്പോൾ അത് ഒരു കലാകാരനാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പരാതി വരുമ്പോഴത്തേക്ക് ഒരു ന്യൂസ് വാല്യൂ വരും. അതിൻ്റെ കൂട്ടത്തിൽ പരാതി കൊടുത്ത ആളുടെ പേര്, അയാളുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത തലമുറയൊക്കെ വരുമ്പം ഇദ്ദേഹത്തിൻ്റെ അറിയാമോ ഇയാൾ ആരാണെന്ന് അറിഞ്ഞൂടാ, ഇത് മുകേഷിനെതിരെ പണ്ട് പരാതി കൊടുത്ത ആളുടെ കൊച്ചുമോനാണ് എന്ന്. അതല്ലാതെ വേറെ എന്തെങ്കിലും നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി ഗുണം ചെയ്തിട്ട് അവരുടെ മനസ്സിൽ കയറിയിട്ട് ആ പേരിൽ അറിയപ്പെടട്ടെ. ഏതെങ്കിലും ഒരു പരാതി കൊടുത്ത ആളുടെ തലമുറകളായിട്ട് അറിയപ്പെടുന്നതൊക്കെ വളരെ മോശമാണ്. ഞാൻ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഒരാളെ ഇറക്കിയ ഞാൻ 2 സിനിമാക്കാരെ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ മണ്ഡലത്തിൽ സിനിമാക്കാരൊന്നും വേണ്ടി വരില്ലേ? ഇല്ല, അത് സിനിമാക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. അതിനകത്തൊന്നും നമ്മളവരെ പെസ്റ്റർ ചെയ്യാനോ ഫോഴ്സ് ചെയ്യാനോ ഒന്നും പാടില്ല. അത് അങ്ങനെ വരെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് സ്വമേധയാ വരുന്നെങ്കിൽ വരട്ടെ. താരപ്രചരണത്തിൻ്റെ ആവശ്യമില്ലേ? മറ്റൊരു താരത്തിൻ്റെ ആവശ്യമില്ലേ? അല്ല, താരം വരട്ടെ, വരുന്നെങ്കിൽ വരട്ടെ. അല്ല, ഞാനായിട്ട് പറയത്തില്ല. അതെന്താ അങ്ങനെ ഒരു തീരുമാനം? അല്ല, അങ്ങനെ പണ്ടും അങ്ങനെ തീരുമാനമാണ്. കാര്യം അത് പണ്ടത്തെ കാലമല്ല. ഇപ്പോൾ ഒരാൾ അയാളുടെ മനസ്സിൽ ഒരു ആത്മബന്ധമോ ഒരു സുഹൃത്ത് ബന്ധമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇലക്ഷൻ ഇങ്ങനെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ പോസ്റ്റർ വലിച്ചു കയറുക, അയാളെ തേജോവധം ചെയ്യുക, അവരുടെ ആൾക്കാർ മറ്റേ അയാളുടെ സിനിമകളെ ബാധിക്കുക, അതിൻ്റെ പ്രൊഡ്യൂസർമാർ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുക, അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വമേധയാ വരുന്നെങ്കിൽ വരട്ടെ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് വരും. പക്ഷെ അതല്ലല്ലോ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പൂച്ചെണ്ടുകളൊക്കെ ഒഴിവാക്കി ബുക്കും പേനയും ഒക്കെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് കഴിവതും അത് പെട്ടെന്നൊരു ദിവസം ആ പൂച്ചെണ്ടുകളെല്ലാം മാറട്ടെ, പുസ്തകങ്ങൾ വരട്ടെ എന്നുള്ളതല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ അത് ശരിക്കും എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. ഇത് ഒരു ഗുണകരമായ പരിസ്ഥിതി തന്നെ നമുക്കത് ഒരു ഫേവറബിളായിട്ട് വരുന്നതാണ്. പിന്നെ ഈ പുസ്തകം നമുക്ക് പിന്നീട് എടുത്ത് കളയത്തില്ലല്ലോ പുസ്തകം. അതൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലും അതിനകത്തൊരു അർത്ഥമുണ്ട്. കേരളം വിദ്യാഭ്യാസപരമായിട്ടും വിദ്യാഭ്യാസമാണ് ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ബന്ധമുള്ളതെന്നൊക്കെ വിശ്വസിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും ഉള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പം നാച്ചുറലി അത് വരുന്നത് നല്ലതാണ്. ആളുകൾ ഭയങ്കര ആവേശത്തിലാണ്. ഒരു സ്ഥലത്തു നിന്നൊക്കെ എത്ര പുസ്തകങ്ങളാണ്. പുസ്തകത്തിനോടുള്ള, എഴുത്തിനോടുള്ള, പേനയോടുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ആത്മബന്ധമാണ് അത് കാണിക്കുന്നത്. മുകേഷ് ചേട്ടാ, ജൂൺ 4-നാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ വേണ്ടി വരും. അല്ല, അതൊക്കെ നമ്മുടെ ഭരണഘടനയിലും ജനാധിപത്യത്തിലും ഉള്ളതാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിന്ന് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു അംഗം വരും. അതൊക്കെ ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ളതാണ്. അതൊക്കെ പ്രക്രിയ അത്യാവശ്യമാണ് കൊല്ലത്തിന്. അല്ല, വരും. വിജയം ഉറപ്പാണ്. എന്നാൽ പിന്നെ കൊള്ളാമല്ലോ, ഇലക്ഷനൊന്നും വേണ്ടല്ലോ. ഞാൻ ജയിച്ചു കേട്ടോ, ഇലക്ഷൻ നടത്തി എന്ന് പറഞ്ഞാൽ അതല്ല. അതിനകത്തൂടെ ആ പ്രോസസ്സിലൂടെ പോകുമ്പോഴാണല്ലോ നമ്മളുടെ ഒരു അനുഭവം, നമ്മളുടെ ഒരു സമ്പത്തും ഒക്കെ നമുക്കുണ്ടാകുന്നത്. അനുഭവ സമ്പത്ത്, വെറും സമ്പത്തല്ല കേട്ടോ. ശരി, എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ആ പ്രോസസ്സ് നടക്കട്ടെ എന്ന ആത്മവിശ്വാസമാണ് ഇടത് സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ചൂട് പിടിച്ച പ്രചരണത്തിലേക്ക് ഇന്ന് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലുണ്ട്.